വരുന്നത് ക്യാൻസർ പേഷ്യൻസ് തന്നെയാണോ അതിൽ വോയിസ് അയച്ചേക്കുന്നതും എനിക്കറിയില്ല. ഇതിപ്പോ ഞാൻ മരിക്കാൻ വേണ്ടി തന്നെ ആഗ്രഹിക്കുന്ന കുറച്ച് പേരും ഈ ഒരു ബ്ലോഗേഴ്സിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അവർക്കൊന്നും ഒരു രോഗം ചെയ്തില്ല. നിങ്ങൾ ആരും എനിക്ക് ഒരു ഉപകാരം ചെയ്യണം, നിങ്ങൾ ഉപദ്രവിക്കില്ല. ഞാൻ എങ്ങനെയും മരുന്നുമായിട്ട് ഞാൻ ജീവിച്ചു പോട്ടെ. ആരും മരിക്കണമെന്ന് ഒരാളും ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ നാക്ക് കാരണം കൊണ്ട് തന്നെയാണ് ആളുകൾ ഇപ്പൊ ഇത് ചോദ്യം ചെയ്യുന്നതെന്നുള്ളതാണ്. ഇപ്പൊ ചേച്ചി പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ഇപ്പൊ ഞങ്ങൾ പുറത്തു വിട്ടുള്ള ഈ ക്യാൻസർ പേഷ്യന്റ് ആണെന്ന് പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ നുണ പറയുകയാണെന്നാണോ? അതല്ല, അവരൊന്നും ക്യാൻസർ പേഷ്യന്റ് അല്ല എന്നാണോ ചേച്ചി പറയുന്നത്? അപ്പൊ ചേച്ചി തന്നെ വീടിന്റെ ഇടയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് അതിലേക്ക് കടക്കാം. എന്റെ രേണുവോ ഒരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങൾ മരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നെ പെടുത്തരുത്. നിങ്ങൾക്ക് ഈ അസുഖം വന്ന സമയത്ത് പ്രാർത്ഥിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ നാക്ക് കാരണം കൊണ്ട് തന്നെയാണ് ഇന്നും ഞങ്ങൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ നാക്ക് കാരണം എന്നുള്ളത് ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഇതൊന്നും ആരും മിണ്ടിയിരുന്നില്ല അല്ലേ? കാണാം. എന്തായാലും ചേച്ചി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, നമുക്ക് അതിനെ കുറിച്ചിട്ട് ഒന്ന് പരിശോധിക്കാനുണ്ട്. അതാണ് നോക്കാം. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്നാണ് അത് വാങ്ങുന്നത്. അതിന്റെ പ്രൈസ് ബില്ലും ഇതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ രേണുവിന് കീമോ കൊടുക്കുന്നത് കാർബോപ്ലാറ്റിൻ എന്ന മെഡിസിൻ ആണ്. അത് കൊടുക്കുന്നതിന് മുൻപായിട്ട് ഈ പെസ്കോ ഈ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നു, ഈ ആന്റിബോഡി ഇഞ്ചക്ഷൻ കൊടുക്കുന്നു. ഈ ഇഞ്ചക്ഷന്റെ കാര്യമാണ് രേണു പറഞ്ഞത് 2 ലക്ഷത്തി സംതിങ് ആണ് ഇതിന്റെ വിലയെന്ന്. ഇത് രേണുവിന് മൊത്തം പറഞ്ഞേക്കുന്നത് 6 കീമോയാണ്. 6 കീമോ കഴിയുമ്പോൾ സർജറി. ഈ 6 കീമോയ്ക്കും ഈ കീമോ ചെയ്യുന്നതിനോടൊപ്പം ഈ ഒരു ഇഞ്ചക്ഷനും എടുക്കുന്നുണ്ട്. ഈ ഒരു 2 ലക്ഷത്തി സംതിങ് രൂപയുടെ ഈ ഒരു മെഡിസിൻ, ഇത് വെറും ആയിട്ട് ഞാൻ ഇപ്പോഴാണ് നിങ്ങളോട് ചോദിക്കുന്നത്, ഈ ഒരു മെഡിസിൻ ആണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഇതാണെങ്കിൽ ഇത് 5000 രൂപയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ദയവായിട്ട് അത് ഞങ്ങൾക്ക് ഒന്നാ കിട്ടുന്ന സ്ഥലം നിങ്ങളൊന്ന് പറഞ്ഞു തരിക. എന്റെ അനിയത്തിക്ക് വേണ്ടി ഞാൻ അത് എന്റെ ഒരു അപേക്ഷയാണ്. ഓക്കെ, ഇപ്പൊ ഇവര് പറഞ്ഞ ഈ ഒരു മരുന്നിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പെർട്ടുസുമാബ് അല്ലെങ്കിൽ ട്രസ്റ്റുസുമാബ് എന്ന 2 മരുന്നുകളാണ് ചേർന്നിട്ടുള്ളത്, അടങ്ങിയിരിക്കുന്നത്. ഇത് സാധാരണ കീമോതെറാപ്പി മരുന്നല്ല, മറിച്ച് ടാർഗറ്റഡ് തെറാപ്പി മരുന്നാണ്. ബ്രസ്റ്റ് ക്യാൻസറിൽ HER2 പോസിറ്റീവ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന തരം ക്യാൻസർ കോശങ്ങളെ മാത്രം ലക്ഷ്യം വെച്ച് നശിപ്പിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. സാധാരണ കീമോയോടൊപ്പം ശരീരത്തിന് പുറത്ത് ത്വക്കിന് അടിയിൽ ഇഞ്ചക്ഷൻ ആയിട്ടാണ് ഇത് നൽകുന്നത്. ഇപ്പൊ ഇവർ പറഞ്ഞ ഈ ഒരു മരുന്ന് ഓക്കെ ജെനുവിനാണ്. ഈ മരുന്നിന്റെ വില 2 ലക്ഷം രൂപയുണ്ട്. രേണു എന്താണ് പറഞ്ഞത്? രേണു പറഞ്ഞ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഇത്ര കീമയാണ് ഉള്ളത്, എനിക്ക് ഇത്ര രൂപയാണ് വരുന്നത്. ഇത് കാണുന്ന ബ്രസ്റ്റ് ക്യാൻസർ വന്ന വ്യക്തികൾ സത്യത്തിൽ എന്താണ് കരുതുക? സാമ്പത്തികമില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഞെട്ടിപ്പോവും. ഈ ഫണ്ട് ഞാൻ എവിടുന്ന് കണ്ടെത്തും എന്നുള്ളതാ. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ചേട്ടൻ എനിക്കൊരു മെസ്സേജ് അയച്ചു. അദ്ദേഹം ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോ കീമോ ഒക്കെ കഴിഞ്ഞ് 10-25 കീമോയുടെ മുകളിലുണ്ട് എന്നാ പറയുന്നത്. അദ്ദേഹത്തിന് ഒരു മാസം ജീവിക്കണമെങ്കിൽ മരുന്നിന് മാത്രം 50,000 രൂപയുടെ അടുത്ത് വേണം എന്നതാ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നാൽ പല മരുന്നുകളും മെഡിക്കൽ കോളേജ് വളരെ കുറഞ്ഞ നിരക്കിൽ കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? മെഡിക്കൽ കാർഡ് എടുത്ത ആളുകൾക്ക്, BPL ആയ ആളുകൾക്ക്, സാമ്പത്തികമില്ലാത്ത ആളുകൾക്ക് മെഡിക്കൽ സൂപ്രണ്ടന്റ് എന്ന് പറയുന്ന ഒരു പദവിയിൽ ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുന്നുണ്ടാവും. അദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലുക, അദ്ദേഹത്തിന് അടുത്ത് ചെന്നതിന് ശേഷം താങ്കളുടെ കയ്യിലുള്ള ആ മഞ്ഞക്കാർഡ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്, ആ മഞ്ഞക്കാർഡ് എന്ന് കാണിക്കുക. അത് കൂടാതെ തന്നെ സാമ്പത്തികമില്ലെങ്കിൽ അതും കാണിക്കുക. അതൊന്നും കൂടാതെ നിങ്ങൾക്ക് കാരുണ്യ പദ്ധതിയിൽ നിന്നും ഫണ്ട് കിട്ടും. കാരുണ്യ പദ്ധതി എന്തിനുള്ളതാ അറിയോ? കാരുണ്യ ലോട്ടറി എന്തിനുള്ളതെന്നറിയോ? ക്യാൻസർ പേഷ്യന്റിന് വേണ്ടിയുള്ളതാണെന്നുള്ളതാണ്. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. അത് രേണുവിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് ഭവിക്കുക എന്നും കൂടി പറയാം. ഓരോ ക്യാൻസർ പേഷ്യൻസ് വിളിച്ച് സംസാരിക്കുന്നതിന്റെ വോയിസ് റെക്കോർഡ്സുകളൊക്കെ കിടക്കുന്നുണ്ട്. എനിക്ക് അത്രേ ആയുള്ളൂ, അവർക്ക് അതായില്ല, എന്റെ ക്യാൻസറിന് ഇങ്ങനെയായിരുന്നു, എന്റെ ക്യാൻസറിന് കീമോ ചെയ്തപ്പോൾ ഞാൻ ഇത്ര രൂപയായുള്ളൂ. അത് പറയുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ക്യാൻസർ എന്ന് പറയുന്നത് അത് പല ടൈപ്സ് ഉണ്ട്, പല സ്റ്റേജസ് ഉണ്ട്. രേണുവിന്റെ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, അതിൽ HER2 പോസിറ്റീവ് ആണ് കാണിക്കുന്നത്. അപ്പൊ HER2 പോസിറ്റീവിന് അത് അതിതീവ്രമായിട്ട് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ക്യാൻസർ ആണ്. അത് അതിപ്രസരമുള്ള ഒരു ക്യാൻസറുമാണ്. അപ്പൊ അതിൽ നമ്മൾ നൂതനമായ ചികിത്സാ രീതികൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ടാർഗറ്റഡ് തെറാപ്പി. ആ ടാർഗറ്റഡ് തെറാപ്പിയിൽ ഉള്ള ഒരു ഇഞ്ചക്ഷൻ ആണ് പെസ്കോ 600 mg. എന്റെ മെഡിസിനെ പറ്റിയുള്ള വിവാദങ്ങളൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ എനിക്ക് ഫോൺ തരാത്തതുകൊണ്ട് ഞാൻ ഇതൊന്നും അറിയുന്നില്ല. ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ള വിവാദം ഒന്നും കേൾക്കരുതെന്നും അത് എന്റെ രോഗത്തിന്റെ ട്രീറ്റ്മെന്റിനെ ബാധിക്കുന്നു പറഞ്ഞുകൊണ്ട് എന്റെ വീട്ടുകാർ എനിക്ക് ഫോൺ തരാറില്ല. നല്ലൊരു കാര്യം. ഫോൺ അങ്ങോട്ട് കൊടുക്കന്നെ വേണ്ട കേട്ടാ. സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റുകളൊക്കെ എടുത്ത് അങ്ങ് ഒട്ടിച്ച് സോഷ്യൽ മീഡിയയിൽ തന്നെ അത് ഇട്ട് കൊടുക്കുന്ന ഒരു പ്രത്യേകതരം പരിപാടി ഇപ്പൊ ഉണ്ട്. ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുള്ളത്ര ഒരിക്കലും ഫോൺ ഉപയോഗിക്കരുത് എന്നുള്ളത്. പക്ഷെ എന്ത് ചെയ്യാനാണ്? ഇത് ഇല്ലാതെ ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. അത് നമ്മൾ ബിഗ് ബോസിലും കണ്ടതാ. എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങണം. അയ്യോ, വല്ലാത്ത നുണകളും പറഞ്ഞ് പുറത്തിറങ്ങിയ ഒരു വ്യക്തിയും കൂടിയാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ രേണുവിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രേണു പറഞ്ഞ രീതിയാണ് പ്രശ്നം. ബ്രസ്റ്റ് ക്യാൻസർ ആണ് എനിക്ക്, 2 ലക്ഷം രൂപയാണ് ഓരോ കീമോക്കും വരുന്നത്. ഇത് കേൾക്കുന്ന ആളുകൾ പരിഭ്രാന്തരാവും. ബ്രസ്റ്റ് ക്യാൻസർ വന്ന ഓരോ വ്യക്തികളും നമ്മളെ നിരന്തരം കോൺടാക്ട് ചെയ്യും. സഹോദര, അവർ പറഞ്ഞ ആ ഒരു വീഡിയോ കാരണം ഇത്തരം അസുഖങ്ങൾ വരുന്ന ആളുകൾ എങ്ങനെ മുന്നോട്ട് പോകും?
അവർ ഭയപ്പെടില്ലേ? നിലവിൽ ഈ അസുഖമുള്ള ആളുകൾ ഇത്രയും ഭാരിച്ച ഒരു തുകയെക്കുറിച്ച് കേൾക്കുമ്പോൾ ഞെട്ടുകയാണ് എന്നുള്ളതാണ്. അവർക്ക് ഇത്രമാത്രം സമ്പത്ത് ആവശ്യം വന്നില്ല, അവർക്ക് ഇത്രമാത്രം പൈസയുടെ ആവശ്യം വന്നില്ല. പക്ഷെ രേണു പറയുന്നു ലക്ഷങ്ങളുടെ കഥ. രേണുവിന് കാര്യമായിട്ട് അങ്ങ് പറഞ്ഞാൽ ഈ പ്രശ്നം വല്ലതും ഉണ്ടാവുമായിരുന്നോ? ഇല്ല. നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പൊ നിങ്ങൾ പറയേണ്ടതാണ് എന്റെ സ്റ്റേജ് ഇന്നതാണ് എന്ന് മാത്രമല്ല, ഞാൻ എന്താണ് അഭിമുഖീകരിക്കുന്നത് എന്നും കൂടി പറയണമായിരുന്നു. എന്നാൽ ജനങ്ങൾ തെറ്റിദ്ധരിക്കില്ല. ഇവിടെ എനിക്ക് ശബ്ദ സന്ദേശം അയച്ചു തന്ന ഒരാൾക്കും തെറ്റുപറ്റിയിട്ടില്ല. ഇവിടെ രേണുവിന് തന്നെയാണ് തെറ്റുപറ്റിയിട്ടുള്ളത്. ചേച്ചി പറയുന്നുണ്ട് ചില കാര്യങ്ങൾ, അതിനുള്ള മറുപടി കൊടുക്കാതിരിക്കാൻ കഴിയില്ല. ചേച്ചി ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ശബ്ദ സന്ദേശം അയച്ചു തന്ന പേഷ്യൻസിനെയാണ് കുറ്റപ്പെടുത്തുന്നത്. അത് ശരിയല്ല. രേണുവിന്റെ നാക്കാണ് അവിടെ പിഴച്ചത്. നിങ്ങളിപ്പോ കറക്റ്റാ പറയുന്നത്, ക്ലിസ്റ്റർ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയുന്നില്ലേ? ഇതുപോലെ പറയാൻ കഴിയില്ല എങ്കിൽ പറയാതിരിക്കണം, അത്രേ ഉള്ളൂ. 2-3 ദിവസമായിട്ട് ചില ബ്ലോഗേഴ്സ് രേണുവിന് കൊടുക്കുന്ന ഇഞ്ചക്ഷൻസിനെ കുറിച്ച് സമൂഹത്തിൽ തെറ്റായ കുറെ ധാരണകൾ അവർക്ക് സമൂഹ മാധ്യമത്തിൽ കൂടി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം അതിന് ഈ 2 ലക്ഷം രൂപയുടെ ഇഞ്ചക്ഷൻ രേണുവിന് മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെന്റോ അവിടെ നിന്ന് എങ്ങനെയാണ് ഈ 2 ലക്ഷം രൂപയുടെ ഇഞ്ചക്ഷൻ എങ്ങനെയാകുന്നു? കീമോയ്ക്ക് അത്രയും മെഡിസിന് അത്ര വിലയാകുന്നില്ല. പിന്നെ കുറെ ക്യാൻസർ വന്ന ക്യാൻസർ പേഷ്യൻസിന്റെ വോയിസ് എടുത്തിട്ടുകൊണ്ടിരിക്കുന്നു. അതിൽ അവർ സംസാരിക്കുന്നുണ്ട് അവർക്ക് ഈ മെഡിസിൻ 5000 രൂപയ്ക്ക് കിട്ടിയെന്നും, പിന്നെ ഞാനും ക്യാൻസർ പേഷ്യന്റ് ആണ്, എനിക്ക് അത്രയും മെഡിസിന് വിലയായിട്ടില്ല. രേണു ഇത് രോഗം വരെ കള്ളത്തരമാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ കൂടെ ഇപ്പോൾ ഈ മെഡിസിന്റെ കാര്യത്തെക്കുറിച്ചും തെറ്റായി ഇവര് രോഗം കള്ളത്തരാണെന്നല്ല, ഡൗട്ടുകൾ ആളുകൾക്ക് ഉണ്ടാവും. സോഷ്യൽ മീഡിയയിൽ വന്നിട്ടാണ് പിക്ക് ലൈൻ പിടിച്ച് ആട്ടിക്കളിക്കണത്. പിക്ക് ലൈനൊക്കെ പിടിച്ച് ആട്ടിക്കളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ തെറ്റിദ്ധരിക്കില്ലേ? അത് കഴിഞ്ഞ് ഉടനെ തന്നെ വയ്യ അമ്മേ എന്ത് വേദന, ഇതൊക്കെയാണ് കുഴപ്പമെന്നുള്ളതാണ്. പിന്നെ ഇതേ മരുന്നാണ് ആളുകൾ ഉപയോഗിക്കുന്നത്. എന്റെ ശബ്ദ സന്ദേശത്തിൽ ഇല്ല കേട്ടോ. എനിക്ക് ശബ്ദ സന്ദേശം അയച്ചു തന്ന എന്നോട് സംസാരിച്ച ആ പേഷ്യൻസ് ഒക്കെ അവരുടെ സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞു. സത്യസന്ധമായ കാര്യം പറഞ്ഞു. എനിക്ക് ഇന്നതായിരുന്നു അസുഖം, എനിക്ക് ഇത്രയേ ആവശ്യം വന്നുള്ളൂ. പക്ഷെ രേണു പറയുന്ന 2 ലക്ഷത്തിന്റെ കണക്കെന്താന്ന് മനസ്സിലാവുന്നില്ല. ജെനുവിനാണ്. പിന്നെ മെഡിക്കൽ കോളേജിൽ ഈ മരുന്നുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളല്ലേ, അത് ഞാൻ ഈ ശബ്ദം കൂടി കേട്ടതിന് ശേഷം വ്യക്തമാക്കി തരാം. രേണുവിന്റെ ബ്രസ്റ്റ് ക്യാൻസർ അതിൽ HER2 പോസിറ്റീവ് ആണ് കാണിക്കുന്നത്. അപ്പൊ HER2 പോസിറ്റീവിന് അത് അതിതീവ്രമായിട്ട് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ക്യാൻസർ ആണ്. അത് അതിപ്രസരമുള്ള ഒരു ക്യാൻസറുമാണ്. അപ്പൊ അതിൽ നമ്മൾ നൂതനമായ ചികിത്സാ രീതികൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ടാർഗറ്റഡ് തെറാപ്പി. ആ ടാർഗറ്റഡ് തെറാപ്പി ഉള്ള ഒരു ഇഞ്ചക്ഷൻ ആണ് ഫെസ്കോ 600 mg. ഈ ഒരു ഇഞ്ചക്ഷൻ ആണ്. കാരണം ഇത് ഓരോ കീമോ ചെയ്യുമ്പോഴും കീമോയ്ക്ക് മുൻപായിട്ട് ഈ ഒരു ഇഞ്ചക്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ ഇഞ്ചക്ഷൻ എന്ന് നമ്മളത് വാങ്ങുന്നത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്നാണ് അത് വാങ്ങുന്നത്. അതിന്റെ പ്രൈസ് ബില്ലും ഇതിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഈ മരുന്ന് വാങ്ങുന്നത് എന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും ഞാൻ കൃത്യമായിട്ട് കുറച്ച് ഡാറ്റ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഡാറ്റകൾ ഇല്ലാതെ സംസാരിക്കുന്ന പരിപാടി നമ്മളിൽ ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ ഇവർ പറഞ്ഞ ഈ മരുന്നുണ്ടല്ലോ, അത് 2 ലക്ഷം മുതൽ 3 ലക്ഷം രൂപ ഒക്കെ വാങ്ങുന്ന പ്രൈവറ്റ് ആശുപത്രികളുണ്ട്. ഇവിടെ മെഡിക്കൽ കോളേജിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നോക്കാം. സ്വകാര്യ മേഖലയിൽ ലക്ഷങ്ങൾ വില വരുന്ന ഇതേ മരുന്ന് അല്ലെങ്കിൽ ഇതിലെ ഘടകങ്ങളായ മരുന്ന് വെവ്വേറെയായി കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ കാരുണ്യ പദ്ധതി വഴി അർഹരായ രോഗികൾക്ക് പൂർണ്ണമായും സൗജന്യമായി നൽകാറുണ്ട്. അർഹരായിട്ടുള്ള പേഷ്യൻസിന്. ഇവിടെ രേണു സുധി എന്ന് പറയുന്ന വ്യക്തിക്ക് ഏകദേശം 7 ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രിപ്ഷൻ വഴി വരുമാനമുണ്ട്. യൂട്യൂബിൽ നിന്ന് വേറെ വരുമാനമുണ്ട്. നിരന്തരമായി GCC കൺട്രികളിൽ പോയി വരുന്നുണ്ട്. ഉദ്ഘാടനങ്ങൾ അത്യാവശ്യമുണ്ട്. IT ഫയൽ ചെയ്തിട്ടുണ്ടാവും. സ്വന്തമായി ഒരു കാറുണ്ട് അല്ലെ? എന്നിട്ട് മഞ്ഞക്കാടാണെന്നാ പറയുന്നത്. ഓക്കെ, അതെന്തേലും ആവട്ടെ. അങ്ങനെയുള്ള ഒരാൾക്ക് മഞ്ഞക്കാട് ആയതുകൊണ്ട് ചിലപ്പോൾ കാരുണ്യ പദ്ധതിയിൽ നിന്ന് മരുന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. ഇതൊന്നും തള്ളിക്കളയാൻ കഴിയില്ല. അതൊക്കെ ഗവൺമെന്റിന്റെ പദ്ധതികളാണ്. അല്ലെങ്കിൽ നിങ്ങൾ പറയണം എനിക്ക് കാരുണ്യ പദ്ധതിയിൽ അപേക്ഷിച്ചിട്ട് തന്നില്ല എന്നുള്ളത്. എവിടുന്നാ ഫ്രീ ആയിട്ട് കിട്ടുക എന്ന് ചോദിച്ചില്ല, അതുകൊണ്ട് കാണിച്ചു തരിക എന്നുള്ളതാണ്. അതുപോലെ തന്നെ വിലക്കുറവില് അമൃത് ഫാർമസി കേട്ടിട്ടുണ്ടോ? അതിലും കിട്ടും. ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലാത്തവർക്ക് പോലും ഇതിന്റെ ഇന്ത്യൻ പതിപ്പുകൾ അമൃത് കാരുണ്യ ഫാർമസികൾ വഴി വളരെ വലിയ ഡിസ്കൗണ്ടിൽ ലഭിക്കാറുണ്ട്. ഇതൊക്കെ ഗൂഗിൾ ചെയ്താൽ കിട്ടുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ അവിടുത്തെ മെഡിക്കൽ സൂപ്രണ്ടിനെ ഒന്ന് പോയി കാണണം കേട്ടോ. തീർന്നില്ല, മുഴുവൻ പറഞ്ഞു തരാം. നിങ്ങൾ ഈ അസുഖം വന്ന ആളുകൾ ഭയപ്പെട്ടിട്ട് ഓടി നടക്കല്ലേ. ഈ രേണു പറയുന്ന ഈ ഒരു അസുഖം ഇന്നതാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ഭയപ്പാടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരുന്നത്. രേണു അതൊന്നും പറഞ്ഞു തന്നിട്ടില്ല, രേണുവിന്റെ ചേച്ചി അത് പറഞ്ഞു തന്നിട്ടില്ല. അവരിത് എവിടുന്നാ കിട്ടുക എന്നാ ചോദിക്കുന്നത്. നമുക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഇനി നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുമായിട്ടൊന്ന് സംസാരിച്ചാൽ മതി കേട്ടോ. KASP കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്നാണ് ഇതിന്റെ പേര്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പേർക്ക് സൗജന്യ ക്യാൻസർ ചികിത്സ ഉറപ്പാക്കുന്ന KASP കാർഡ് വഴിയാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണെന്ന് വിചാരിക്കുന്നു. ആർക്കൊക്കെയാണ് ഇത് ലഭിക്കുക? മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുകാർക്ക് ഇത് നേരിട്ട് ലഭിക്കും. ഇവിടെ മഞ്ഞക്കാർഡാണെന്നല്ലേ പറഞ്ഞു കേട്ടിട്ടുള്ളത്.
ഓക്കെ. വെള്ള നീല കാർഡുകാർക്ക് അക്ഷയ കേന്ദ്രം വഴി നിബന്ധനകൾക്ക് വിധേയമായി അപ്ലൈയും ചെയ്യാൻ പറ്റും. അതെന്താ? സാമ്പത്തികമില്ല എന്ന് കാണിക്കേണ്ടി വരും. വീട്ടിൽ കാറുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കിട്ടാൻ സാധ്യത വളരെ കുറവാണ് കേട്ടോ. രോഗി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഡോക്ടർ എഴുതുന്ന മരുന്നിന്റെ കുറിപ്പടിയുമായിട്ട് മെഡിക്കൽ കോളേജിലെ KASP കൗണ്ടറിലാണ് ആദ്യം സമീപിക്കേണ്ടത്. ക്യാൻസർ രോഗികൾക്ക് സാധാരണ അനുവദിക്കുന്ന 5 ലക്ഷം രൂപയുടെ പരിധി കഴിഞ്ഞാലും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ കേട്ടോളി ശുപാർശയോടെ സർക്കാർ കരുണ കോർപ്പസ് ഫണ്ട് വഴി ഈ വില കൂടിയ മരുന്നുകൾ സൗജന്യമായി അനുവദിക്കുന്നുണ്ട്. ഗവൺമെന്റ് സ്ഥാപനങ്ങളൊക്കെ നമ്മളെ പറ്റിക്കാതിരിക്കുക എന്നുള്ള തെറ്റായ സന്ദേശമാണ് കൊടുക്കുന്നത്. മെഡിക്കൽ കോളേജിൽ ഇത് തികച്ചും സൗജന്യമായി കൊടുക്കേണ്ട മരുന്നുകളുണ്ട്. അതല്ലെങ്കിൽ ചെറിയ തുക വാങ്ങിയിട്ട് കൊടുക്കേണ്ട മരുന്നുകളുണ്ട്. ഇന്ത്യൻ പതിപ്പ് ഇതിന്റെ നേരെ ഇന്ത്യൻ പതിപ്പ് കിട്ടാനുണ്ട്. അത് വാങ്ങണം. ദയവ് ചെയ്ത് നിങ്ങൾ ഇപ്പോഴും എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോൾ ആളുകൾ കൂടുതൽ ഭയത്തിലേക്ക് പോവുകയാണെന്നുള്ളതാണ്. അടുത്തൊന്ന് വായിച്ചു തരാം. കാരുണ്യ ബെനവലന്റ് ഫണ്ട് KBF. ഓക്കെ. KASP ഇൻഷുറൻസ് പരിധിയിൽ, അതായത് കാരുണ്യ ഇൻഷുറൻസ് പരിധിയിൽ വരാത്ത എന്നാൽ ലക്ഷങ്ങൾ വില വരുന്ന ഈ മരുന്ന് സ്വന്തമായി വാങ്ങാൻ ശേഷിയില്ലാത്ത സാധാരണക്കാർക്കുള്ള പദ്ധതിയാണ്. സെലിബ്രിറ്റി ആയ രേണുവിന് കിട്ടുമെന്ന് അറിയില്ല, സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് കേട്ടോ. വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ താഴെയുള്ള നീല വെള്ള റേഷൻ കാർഡ് ഉള്ള കുടുംബങ്ങൾക്ക്. അപ്പൊ രേണുവിന് കിട്ടൂല. മെഡിക്കൽ കോളേജിലെ കൗൺസിലർ മുഖേനയോ അല്ലെങ്കിൽ ജില്ലാ ലോട്ടറി ഓഫീസർ വഴിയോ ഇതിനായി അപേക്ഷിക്കാം. വില്ലേജ് ഓഫീസറിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ്, ഡോക്ടറുടെ സാക്ഷ്യപത്രം എന്നിവയാണ് പ്രധാനം. ഇതുവഴി ലക്ഷക്കണക്കിന് രൂപയുടെ മരുന്നുകൾ സർക്കാർ ഫാർമസി വഴി സൗജന്യമായി രോഗികൾക്ക് നേരിട്ട് നൽകും എന്നുള്ളതാണ്. അപ്പോൾ രേണുവിന് കിട്ടൂല അത്. കാരണം സെലിബ്രിറ്റി സ്റ്റാറ്റസ്, സെലിബ്രിറ്റി കാറ് സ്വന്തമായിട്ടുണ്ട്, പിന്നെ അത്യാവശ്യം നല്ല വരുമാനമൊക്കെയാണ്, പെരുപ്പിച്ച് കാണിച്ചിട്ടുണ്ട് കുറെ കാര്യങ്ങൾ. സ്വാഭാവികമായി കിട്ടൂല. അപ്പൊ 2 ലക്ഷം രൂപ ചെലവാക്കാൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടല്ലോ. അപ്പൊ പിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറയുന്നത് കുറ്റപ്പെടുത്തലായിട്ട് നിങ്ങൾക്ക് തോന്നേണ്ട കാര്യമില്ല കേട്ടോ. കാരണം നിങ്ങൾ ഇപ്പോഴും അതിൽ കിടന്ന് ഇങ്ങനെ തിരിഞ്ഞു കളിക്കുക. അതുകൊണ്ടാണ്. നിർധന രോഗികൾക്കുള്ള പ്രത്യേക റിലീഫ് ഫണ്ടുകൾ അത് നോക്കാം നമുക്ക്. പ്രൈം മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റർ ഡിസ്ട്രസ് റിലീഫ് ഫണ്ട്, അതായത് PMNRF, CMDRF. പ്രധാനമന്ത്രിയുടെയോ മുഖ്യമന്ത്രിയുടെയോ ദുരിതാശ്വാസ നിധിയിലേക്ക് മെഡിക്കൽ കോളേജിലെ ചികിത്സാ രേഖകൾ സഹിതം അപേക്ഷിച്ചാൽ ലക്ഷങ്ങൾ വില വരുന്ന ഇത്തരം ടാർഗറ്റഡ് മരുന്നുകൾ വാങ്ങാൻ പ്രത്യേക ഫണ്ട് നേരിട്ട് ആശുപത്രിയിലേക്ക് അനുവദിക്കാറുണ്ട്. മെഡിക്കൽ സൂപ്രണ്ടന്റിനെ ഒന്ന് കാണണം നിങ്ങൾ. കണ്ടതിന് ശേഷം ഞാൻ രേണുവിനോട് മാത്രമല്ല പറഞ്ഞത്, എല്ലാവരോടും കൂടിയിട്ടാണ് പറഞ്ഞത്. നമുക്ക് കിട്ടേണ്ടതായ ആനുകൂല്യങ്ങൾ തട്ടിക്കളിക്കാനുള്ളതല്ല, നമുക്ക് നേടിയെടുക്കാനുള്ളത് നമ്മുടെ അവകാശമാണ്. അത് നേടിയെടുക്കുക തന്നെ വേണം. ആശുപത്രി വികസന സമിതി HDS. അടിയന്തര ഘട്ടങ്ങളിൽ രോഗിക്ക് മരുന്ന് വാങ്ങാൻ പണമില്ലാതെ വരുമ്പോൾ മെഡിക്കൽ കോളേജിലെ HDS വഴി സൗജന്യമായി മരുന്ന് ലഭിക്കാൻ സൂപ്രണ്ടിന് അധികാരമുണ്ട്. മരുന്ന് വാങ്ങിക്കൊടുക്കാനേ അല്ലെങ്കിൽ അത് പാസ്സാക്കി കൊടുക്കാനും മെഡിക്കൽ സൂപ്രണ്ടന്റിന് അധികാരമുണ്ട് എന്നുള്ളതാണ്. അതായത് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റി. മനസ്സിലായില്ലേ? അങ്ങനെയും കിട്ടാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് ഇപ്പൊ ഇവര് പറഞ്ഞല്ലോ HER2 പോസിറ്റീവ്. ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊന്നുകൂടി പറഞ്ഞുതരാം. അപ്പൊ അവര് പറഞ്ഞ മനസ്സിലായില്ലെങ്കിൽ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ പറയുമ്പോഴാവും അല്ലെങ്കിൽ ഈ ചേച്ചി പറയുമ്പോഴാവും നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. രേണുവിന് ഇതായിരുന്നല്ലേ. അല്ലാത്ത പക്ഷം രേണു ക്യാൻസർ ആയതുകൊണ്ട് എനിക്ക് ഇത്ര വന്നു എന്നൊക്കെ പറഞ്ഞ ജനങ്ങൾ ഇത് വേറെ രീതിയിലല്ലേ കാണേണ്ട. പൊന്നു രേണു, സ്നേഹം കൊണ്ട് പറയാന്ന് കൂട്ടിക്കോ. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ക്ലാരിഫിക്കേഷൻ ഇല്ലെങ്കിൽ അത് വലിയ തെറ്റാണ്. ഇപ്പൊ ഞങ്ങൾക്ക് ശബ്ദ സന്ദേശം അയച്ചു തന്ന രോഗികളൊക്കെ നുണയന്മാരാക്കി നിങ്ങൾ ചിത്രീകരിക്കുന്നത് തെറ്റാണ് കേട്ടോ. അവർ സത്യസന്ധമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ സ്ഥാനങ്ങളിലെ കോശങ്ങളുടെ വളർച്ചയെ നിയന്ത്രിക്കുന്ന ഒരു പ്രത്യേക പ്രോട്ടീനാണ് HER2. ചിലതരം ബ്രസ്റ്റ് ക്യാൻസറുകളിൽ ഈ പ്രോട്ടീന്റെ അളവ് സാധാരണയേക്കാൾ വളരെ കൂടുതലായിരിക്കും. ഇതിനെയാണ് HER2 പോസിറ്റീവ് എന്ന് വിളിക്കുന്നത്. ഇതാണ് രേണുവിന്റെ ഇപ്പത്തെ അവസ്ഥ. ക്യാൻസർ ബാധിതരിൽ ഏകദേശം 15 മുതൽ 20% വരെ ആളുകളിലാണ് ഈ തരം കാണപ്പെടുന്നത്. സാധാരണ ക്യാൻസറുകളെ അപേക്ഷിച്ച് ഇത് വളരെ വേഗത്തിൽ വളരുകയും പടരുകയും ചെയ്യുന്നു. എന്നിട്ടാണ് ഉള്ള ഹോട്ടലിലൊക്കെ കയറി ഭക്ഷണമൊക്കെ കഴിച്ച് പൊന്നെ ഓരോരുത്തരെ വരാൻ വേണ്ടി വിളിച്ചു വരുത്തുന്നു. അപ്പൊ രേണു പറയുന്ന കാര്യങ്ങളിൽ ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ലാത്തതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളെ കൊണ്ട് ഇപ്പൊ ഈ വീഡിയോ ചെയ്യിച്ചത്. ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടുള്ളത് ഈ രോഗം വന്ന ആളുകളെ ഭയപ്പെടുത്തുന്ന രേണുവിനെ ഒന്ന് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്നാണ് ഞങ്ങൾ കാണിക്കുന്നത്. കാരണം ഇന്ത്യ എന്ന മഹാരാജ്യത്ത് അങ്ങനെ മെഡിക്കൽ മേഖലകളിൽ ഇത്തരം രീതിയിലുള്ള സഹായങ്ങൾ ഉണ്ടെങ്കിൽ അത് കാണിക്കണ്ടേ? രേണു പറയുന്ന അപ്പാടം ഇണങ്ങി പേടിച്ച് പാവങ്ങൾ ചിലപ്പോ ഒരു മൂലയിൽ ഇരിക്കുന്നുണ്ടാവും രോഗികളായ ആളുകൾ. അവർക്ക് വേണ്ടിയിട്ടാണ്. ബാക്കി പറ ചേച്ചി. രേണുവിന് കീമോ കൊടുക്കുന്നത് കാർബോപ്ലാറ്റിൻ എന്ന മെഡിസിൻ ആണ്. അത് കൊടുക്കുന്നതിന് മുൻപായിട്ട് ഈ പ്ലസ്കോ ഈ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നു, ഈ ആന്റിബോഡി ഇഞ്ചക്ഷൻ കൊടുക്കുന്നു. ഈ ഇഞ്ചക്ഷന്റെ കാര്യമാണ് രേണു പറഞ്ഞത് 2 ലക്ഷത്തി സംതിങ് ആണ് ഇതിന്റെ വിലയെന്ന്. ഇത് രേണുവിന് മൊത്തം പറഞ്ഞേക്കുന്നത് 6 കീമോയാണ്. 6 കീമോ കഴിയുമ്പോൾ സർജറി. ഈ 6 കീമോയ്ക്കും ഈ കീമോ ചെയ്യുന്നതിനോടൊപ്പം
ഈ ഒരു ഇഞ്ചക്ഷനും എടുക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് ഇന്നും അവർ പറയുന്നത് കേട്ടു ഈ ഇഞ്ചക്ഷൻ 5000 രൂപയ്ക്ക് കിട്ടുമെന്ന്. എവിടാണ് ഈ 5000 രൂപയ്ക്ക് ഇഞ്ചക്ഷൻ കിട്ടുമെന്ന് അതൊന്ന് അറിയിക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് അത് ഏറ്റവും വലിയൊരു ഉപകാരമായിരിക്കും. മെഡിക്കൽ സൂപ്രണ്ടിനെ കാണുക, നിങ്ങളുടെ BPL കാർഡ് കാണിക്കുക, പിന്നെ ഒരു മെഡിക്കൽ കാർഡും കൂടി എടുക്കുക. ഇതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതാരും പറഞ്ഞു തരാനില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സൂപ്രണ്ടിനെ കണ്ട് അവിടെ തരും, വിവരാവകാശ പ്രകാരം അവിടെ ഒക്കെ തരും. മെഡിക്കൽ കോളേജ് അല്ലേ. എന്നതിന് ശേഷം ആ മരുന്നിന് എങ്ങനെയാണ് 2 ലക്ഷം ആയത്, ആ മരുന്നിന്റെ വില എന്തുകൊണ്ട് കുറഞ്ഞു കിട്ടിയില്ല, ഇതിന് ഇന്ത്യൻ വകുപ്പ് എന്തുകൊണ്ട് തന്നില്ല എന്നൊക്കെ ചോദിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് അതിനുള്ളത് എന്നുള്ളതാണ്. ഇപ്പൊ ഈ വീഡിയോയോട് കൂടിയിട്ട് ജനങ്ങൾക്ക് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ടാവും എന്താ സംഭവിച്ചതെന്നുള്ളത് അല്ലേ. ബാക്കി പിന്നെ അതിനകത്ത് ഓരോ ക്യാൻസർ പേഷ്യൻസ് വിളിച്ച് സംസാരിക്കുന്നതിന്റെ വോയിസ് റെക്കോർഡ്സുകളൊക്കെ കിടക്കുന്നുണ്ട്. എനിക്ക് അത്രേ ആയുള്ളൂ, അവർക്ക് അതായില്ല, എന്റെ ക്യാൻസറിന് ഇങ്ങനെയായിരുന്നു, എന്റെ ക്യാൻസറിന് കീമോ ചെയ്തപ്പോൾ ഞാൻ ഇത്ര രൂപയായുള്ളൂ. അത് പറയുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ക്യാൻസർ എന്ന് പറയുന്നത് അത് പല ടൈപ്സ് ഉണ്ട്, പല സ്റ്റേജസ് ഉണ്ട്, അതിന്റെ ട്രീറ്റ്മെന്റ് പല ടൈപ്പാണ്. ഇപ്പൊ HER2 പോസിറ്റീവ് ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ആന്റിബോഡി ടാർഗറ്റ് തെറാപ്പി ഇവർക്ക് കൊടുക്കേണ്ട വരുന്നത്. ഈ HER2 പോസിറ്റീവ് അല്ലാതെ HER2 നെഗറ്റീവ് ആയ ഒരു ക്യാൻസർ പേഷ്യന്റ് ആണെങ്കിൽ അവർക്ക് ഈ കീമോയുടെ മാത്രമേ ആവശ്യമുള്ളൂ. ഓക്കെ, എന്തൊരു ക്ലിയർ ആയിട്ട് ചേച്ചി പറഞ്ഞെന്ന കാര്യങ്ങൾ. ചേച്ചി ഇതുപോലെ രേണുവിനൊന്ന് പറഞ്ഞു കൊടുക്കണം. രേണു ഇനി പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഇനി പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ രേണു പറഞ്ഞത് എല്ലാവരും വിശ്വസിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ട്. കാരണം നുണകൾ കൊണ്ട് കൂമ്പാരം കൂട്ടിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് രേണു. അവരുടെ അസുഖം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ച ആളുകളാണ് നമ്മളെല്ലാവരും. അവർ മരിക്കണമെന്ന് പ്രാർത്ഥിച്ചവരാണ് പല ബ്ലോഗേഴ്സ് എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ട് എന്നുള്ളതാണ്. സഹജീവികൾ മരണപ്പെടണമെന്ന് ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല. ശത്രുക്കൾക്ക് പോലും ഇത്തരം അസുഖങ്ങൾ വരരുത് എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇതേ അസുഖം വന്ന ആരെയെങ്കിലും നിങ്ങൾ ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ ഇത്ര ആക്റ്റീവായിട്ട് ഇങ്ങനെ നുണകൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് അത് രേണു തന്നെയാണ്. ഇപ്പൊ രമ്യ ചേച്ചി പറഞ്ഞത് കറക്റ്റാണ് കാര്യങ്ങൾ. രമ്യ ചേച്ചി ഇതാ HER2 ആണ് എന്ന്, HER2 പോസിറ്റീവ് ആണെന്നുണ്ട് കൃത്യമായി പറഞ്ഞു. രേണു ഇത് പറഞ്ഞിരുന്നെങ്കിൽ ആ പാവപ്പെട്ട ഈ ക്യാൻസർ പേഷ്യൻസ് ഞങ്ങൾക്ക് ഈ മെസ്സേജ് അയക്കുമോ? ഇല്ല. അവരെ കുറ്റപ്പെടുത്താൻ നിങ്ങൾക്ക് യാതൊരു യോഗ്യതയും ഇല്ല ചേച്ചി. കുറെ ക്യാൻസർ പേഷ്യൻസ് ആരൊക്കെയോ അവരുടെ വോയിസ് ഒക്കെ നിങ്ങൾ എടുത്തിട്ടിട്ടുണ്ട്. അതിനകത്ത് ആ വോയിസ് പറയുന്ന ഒരു ആളുണ്ടല്ലോ, ആ ചേച്ചിയോടാണ് എനിക്ക് പറയാനുള്ളത്. അതിനകത്ത് ചേച്ചി പറയുന്നുണ്ടല്ലോ, എനിക്ക് അത്രേ ആയുള്ളൂ, എനിക്കും ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണ്. ചേച്ചിയുടെ ആ ട്രീറ്റ്മെന്റ് റെക്കോർഡ്സും അതിന്റെ രേഖകളെല്ലാം ചേച്ചിയുടെ കയ്യിലുണ്ടല്ലോ. ചേച്ചിക്ക് അത് അറിയാമായിരിക്കുമല്ലോ. ചേച്ചി അത് വായിച്ചു നോക്കില്ലേ? ചേച്ചിയുടെ വീട്ടിലുള്ളവർക്ക് അത് അറിയാം. ചേച്ചി ഒന്ന് നോക്ക്, അതിൽ ചേച്ചിയുടെ ക്യാൻസർ ഏത് ടൈപ്പാണ്, ഏത് സ്റ്റേജ് ആണ്, അത് HER2 പോസിറ്റീവ് ആണോ അതോ നെഗറ്റീവ് ആണോ, ഇതൊക്കെ രേണുവിന് ഇത്രയും സംഭവങ്ങൾ, ഇതാണ് രേണുവിന്റെ ക്യാൻസറിന്റെ ടൈപ്പ്. ആ ടൈപ്പ് തന്നെയാണോ ചേച്ചിക്ക് ഉണ്ടായെന്ന് ചേച്ചി ഒന്ന് നോക്കുക. എന്നിട്ട് വേണം ചേച്ചി പറയാൻ ചേച്ചിക്ക് ആയ മെഡിസിന്റെ വില തന്നെയാണോ രേണുവിനും ആകുന്നത്, ചേച്ചിക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണോ രേണുവിനും കൊടുക്കുന്നതെന്ന്. എന്റെ പൊന്നു ചാച്ചി പറഞ്ഞു കേട്ട വിചാരിക്കലും HER2 പോസിറ്റീവ് ആണ് രേണുവിനെന്ന് രേണു പറഞ്ഞു എന്നും രേണു അതുകൊണ്ടാണ് 2 ലക്ഷം രൂപ മരുന്നിനായി എന്ന് പറഞ്ഞു എന്നുള്ളത്. ചേച്ചിയും ഇതുപോലെ ആവരുത് ചേച്ചിയുടെ അനുജത്തി രേണുസുതി അല്ല രേഷ്മ പി തങ്കച്ചൻ അവര് പറഞ്ഞത് ക്യാൻസർ എന്ന് മാത്രമുള്ള വാക്കാണ്. ബ്രസ്റ്റ് ക്യാൻസർ കീമോക്ക് 2 ലക്ഷം ആവുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ശബ്ദ സന്ദേശങ്ങളിൽ നിന്ന് കേട്ട ആ ചേച്ചിമാരെ കുറ്റം പറയാൻ നിങ്ങൾക്ക് യാതൊരു യോഗ്യതയില്ല കേട്ടോ. അവർ കൃത്യമായ ഡാറ്റ സഹിതമാണ് പറഞ്ഞിട്ടുള്ളത്. രേണു എന്ത് പിണ്ണാക്ക് വെച്ചിട്ടാ പറഞ്ഞിട്ടുള്ളത്? ഒരു പിണ്ണാക്കും കാണിച്ചിട്ടില്ല, HER2 പോസിറ്റീവ് ആണെന്ന് പറഞ്ഞിട്ടില്ല. ഇത് കേൾക്കുന്ന ആളുകൾ വിചാരിക്കും രേണു ഇതൊക്കെ പറഞ്ഞിട്ടും അവർ ഈ രീതിയിലാണ് സംസാരിച്ചതെന്നുള്ളത്. ഒരിക്കലല്ല. അപ്പോൾ എന്നും അവൾ അങ്ങനെ കിടക്കണമെന്നും അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇതിൽ നിന്ന്. കാരണം കീമോ കഴിഞ്ഞ് അതിന്റെ ആ ഒരു എഫക്റ്റ്, അതിന്റെ ബുദ്ധിമുട്ടുകൾ, അതിന്റെ ശാരീരികമായ അസ്വസ്ഥതകൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവളൊന്ന് എഴുന്നേക്കണ്ടേ? അവൾ എന്നും അങ്ങനെ കിടക്കണമെന്നാണോ നിങ്ങളുടെ ആഗ്രഹം? അവൾക്കൊരു കുഞ്ഞുണ്ട്, അത് നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ. അവൻ എന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാം അവൾ തിരിച്ചു വരണമെന്ന്. 100 പേര് രേണുവിനെ കുറ്റപ്പെടുത്തുമ്പോഴും അവളുടെ കുടുംബവും അവളുടെ കുഞ്ഞും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അവരെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അവൾ പഴയതുപോലെ തിരിച്ചു വരും. അതിനുവേണ്ടി ഞങ്ങൾ ഓരോ കാര്യത്തിനും ഓടുന്നു. പുതിയ ടെസ്റ്റുകൾ, കാര്യങ്ങൾ, ഹോസ്പിറ്റല്, പുതിയ ട്രീറ്റ്മെന്റ്, മെഡിസിൻ, ഇതെല്ലാമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു പ്രാർത്ഥനയോട് കൂടി. അതിന്റെ ഇടയ്ക്ക് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് അറിയില്ല. ഇനിയെങ്കിലും നിങ്ങൾ ഈ സത്യാവസ്ഥയൊന്ന് മനസ്സിലാക്കുക. ഈ മെഡിസിന്റെ കാര്യം ഒന്നും ഒരു കള്ളത്തരമുള്ള കാര്യമല്ല. ഇതൊക്കെ സത്യസന്ധമായ കാര്യങ്ങളാണ്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണ്ടേ നിങ്ങൾ ഇതുപോലെ വീഡിയോ ചെയ്യാൻ? എന്തിനാണ് അവളെ വീണ്ടും ഇങ്ങനെ ദ്രോഹിക്കുന്നത്? നിങ്ങൾക്ക് അവൾക്ക് വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യണ്ട. ഞങ്ങൾ ഒന്നും ആവശ്യപ്പെടുന്നില്ല. നിങ്ങൾ അവളെ സ്നേഹിക്കുന്നവരുടെ പ്രാർത്ഥന മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. ഇനിയെങ്കിലും അവളെ കുറ്റപ്പെടുത്തുന്ന ഈ സത്യാവസ്ഥയൊന്ന് മനസ്സിലാക്കണം. ആ ബാക്കിൽ കിടന്ന് കാലാട്ടുന്ന ചേച്ചി ഉണ്ടല്ലോ, ആ ചേച്ചി കാര്യം കറക്റ്റ് പറഞ്ഞിരുന്നെങ്കിൽ ഈ കുറ്റപ്പെടുത്തലുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. മെഡിക്കൽ കോളേജിൽ തികച്ചു സൗജന്യമായിട്ട് കാരുണ്യ പദ്ധതിയിലൂടെയൊക്കെ ഇഷ്ടം പോലെ ക്യാൻസർ പേഷ്യന്റ് ചികിത്സ ഒക്കെ തേടുന്ന ആളുകളുണ്ട്. അവരെ പോലും ഞെട്ടിക്കുന്ന രീതിയിലാണ് രേണു ഓരോ കാര്യങ്ങൾ പറയുന്നത് എന്നുള്ളതാണ്. മെഡിക്കൽ കോളേജുകളിൽ ഇത്തരം മരുന്നുകൾ സൗജന്യമായോ വില കുറഞ്ഞോ കിട്ടാനുള്ള സാധ്യതകളെ കുറിച്ച് അന്വേഷിക്കേണ്ടതും ചേച്ചിയൊക്കെ തന്നെയാണ് എന്നുള്ളതാണ്. അവിടെ മെഡിക്കൽ സൂപ്രണ്ടിനൊക്കെ ഒന്ന് പോയി കാണ്. എന്നതിന്റെ ശേഷം എന്തുകൊണ്ടാണ് ഇത്ര വില വന്നത്, ഇതിന് ഇന്ത്യ പതിപ്പൊന്ന് കിട്ടുമായിരുന്നോ എന്നൊക്കെ ഒന്ന് ചേച്ചി ചോദിക്കണം കേട്ടോ.
പിന്നെ ഇവിടെയുള്ള എല്ലാവരും ഒരുപോലെയാണ് എന്നുള്ള തെറ്റിദ്ധാരണ ചേച്ചിക്ക് വേണ്ട. രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരും സപ്പോർട്ട് ചെയ്യാത്ത ആളുകളുണ്ട്. രേണുവിന്റെ ഈ അസുഖം എത്രയും പെട്ടെന്ന് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലും ഞങ്ങൾ എല്ലാവരും ഉണ്ട്. അതൊക്കെ ഒന്ന് ചേച്ചി മനസ്സിലാക്കിയാൽ കൊള്ളാം. ഒരു വീഡിയോയിൽ പോലും ഞാൻ അവർക്ക് ഈ അസുഖം ഒരിക്കലും മാറരുതെന്ന് പറയുന്നില്ല. ഏതൊരു വ്യക്തിയൊക്കെ ഒന്ന് ചത്ത് കണ്ടാൽ മതി എന്നൊക്കെ പറയുന്ന ഒരു വീഡിയോയോ ഒരു പോസ്റ്ററൊക്കെ ഞാൻ കാണുന്നുണ്ട്. അതൊക്കെ ഊളത്തരാണ്, അതിനൊന്നും ഞങ്ങളൊന്നും പറയുന്നില്ല. പക്ഷേ സന്ദേശങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ അത് തെറ്റാവരുത്, അത് ശരിയായിരിക്കണം, അത്രേ പറയുന്നുള്ളൂ. വന്നു എനിക്ക് ക്യാൻസർ വന്നു, എനിക്ക് ഇത്ര രൂപയായുള്ളൂ, പിന്നെ ഇവൾക്ക് എങ്ങനെയാണ് 2 ലക്ഷം രൂപയാകുന്നത്, പിന്നെ ഇന്ന് കിടക്കുന്നതുണ്ട്, എനിക്ക് ക്യാൻസർ പേഷ്യൻസ് ഒക്കെ ആളെ വിളിച്ച് പറയുന്നെന്ന്, എനിക്ക് ഭയങ്കര പെയിൻ ആണ്, ക്യാൻസറിനെ സഹിക്കാൻ പറ്റുന്നില്ല, രേണുവിന് കൊടുത്ത ഇഞ്ചക്ഷൻ ഞങ്ങൾക്ക് കൂടി തരാൻ. ഇത് പെയിൻ കില്ലർ അല്ല. നിങ്ങൾക്ക് വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ വീഡിയോ ചെയ്തോളൂ, പക്ഷേ മെഡിസിന്റെ കാര്യം അതേക്കുറിച്ച് നിങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിട്ടായിരിക്കണമെന്ന് മാത്രം. പിന്നെ അതിന്റെ ഇടയ്ക്ക് കുറച്ച് പേര് വന്ന് കമന്റ്സ്, അത് ഇന്ന് ഞാൻ കണ്ടായിരുന്നു, ആ കമന്റ്സിനകത്ത് കിടക്കുന്നു അവളുടെ തന്തയും തള്ളയും എല്ലാവരും കൂടെ ഇറങ്ങി തെണ്ടാൻ പറയാൻ. ഈ പറയുന്ന ഓരോ വ്യക്തികളോട് ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഒരു സ്റ്റേജിലുള്ള ക്യാൻസർ, ഈ ബ്രസ്റ്റ് ക്യാൻസറിൽ HER2 പോസിറ്റീവായ ടൈപ്പിലുള്ള ഒരു ക്യാൻസർ നിങ്ങളുടെ ആദ്യ വീടുകൾ വരാതിരിക്കട്ടെ. അത് വന്നു കഴിഞ്ഞാൽ ഓരോ കീമോ ചെയ്യുമ്പോഴും ഈ ഒരു ഇഞ്ചക്ഷൻ കൂടെ അതിന്റെ കൂടെ എടുക്കേണ്ടതാണ്, അത്യാവശ്യമായിട്ട് അത് എടുക്കേണ്ടതാണ്. അപ്പൊ അതിന് ഓരോന്നിനും ഈ 2 ലക്ഷത്തി സംതിങ് വിലയാകും. ചിലപ്പോൾ 6 കീമോ കഴിഞ്ഞ് സർജറിയും കഴിഞ്ഞ് നമുക്ക് വീണ്ടും ഇത് നെഗറ്റീവ് ആയില്ലെന്നുണ്ടെങ്കിൽ ഇത് തുടർച്ചയായി ഒരു 17 എത്ര കീമോ പറഞ്ഞാൽ അതിനനുസരിച്ച് ഇത്രയും വിലയുടെ മെഡിസിൻ ആവശ്യമായിട്ട് വരും. അപ്പൊ നിങ്ങൾ എന്നറിഞ്ഞിട്ടാണ് ഈ കുറ്റപ്പെടുത്തുന്നത് എനിക്ക് അറിയില്ല. അതെ അതെ അതെ, ഞങ്ങളിത് എന്തറിഞ്ഞിട്ടാ കുറ്റപ്പെടുത്തുന്നത് മനസ്സിലായില്ലേ? രേണു ഇതൊന്നും പറയാത്തത് കൊണ്ടാണ് കുറ്റപ്പെടുത്തുന്നത്. പിന്നെ താങ്കൾ പറഞ്ഞല്ലോ HER2 പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ വില മതിക്കുന്ന മരുന്ന് യൂസ് ചെയ്യേണ്ടി വരും എന്നുള്ളത്. ഇപ്പൊ എന്റെ വീഡിയോ കാണുന്ന ഏതൊരു വ്യക്തിക്കും കൃത്യമായ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും, കാരുണ്യ പദ്ധതിയെ കുറിച്ചിട്ട്. ഇതൊന്നും കൂടാതെ കുറച്ച് കാര്യങ്ങൾ വിവരിച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അതൊക്കെ പരിശോധിക്കുക. ഇത്തരം അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ പേടിച്ചോടാതിരിക്കുക, നിങ്ങൾ ഭയപ്പെടാതിരിക്കുക. ഇന്ത്യ എന്ന മഹാരാജ്യത്താണ് നിങ്ങൾ ജീവിക്കുന്നത് എങ്കിൽ, ഇവിടെ കേരളത്തിലാണെങ്കിൽ, പ്രത്യേകം കേരളത്തിലാണ് എങ്കിൽ, ഇത്തരം സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ, സൗജന്യമായി ചികിത്സ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നിഷേധിക്കുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ ഞങ്ങൾ എല്ലാവരും നിൽക്കും. മനുഷ്യാവകാശ പ്രവർത്തകർ പിന്നെ എന്തിനു നിൽക്കുന്നതാ? നിങ്ങൾ ഒരു പേടിയും പേടിക്കരുത്. ഇപ്പൊ ഇവർ പറയുന്ന ഈ വാക്കുകൾ കേട്ട് നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ടതായിട്ടില്ല എന്നുള്ളതാണ്. ഈ മരുന്നിന് എന്തുകൊണ്ട് ഇവർക്ക് ഇത്ര വില കൊടുക്കേണ്ടി വന്നു? ഞാൻ പറഞ്ഞു, വലിയ രീതിയിൽ ഫണ്ട് പെരുപ്പിച്ച് കാണിച്ചാൽ അങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ്. ഞാനിപ്പോ രേണുവിന്റെ ലൈവായിട്ട് ഞാൻ നോക്കാൻ പോവാ. രേണുവിന്റെ സബ്സ്ക്രിപ്ഷൻ ഇപ്പോ എത്രയുണ്ട്? ഒരു മാസം ഇവർക്ക് എത്ര രൂപയാണ് സബ് വഴി കിട്ടാൻ പോകുന്നത് എന്നൊന്ന് നമുക്ക് നോക്കിയാലോ. സബ്സ്ക്രൈബ് എന്നുള്ള സാധനത്തിലേക്ക് കയറുമ്പോ 1404 ആളുണ്ട്. 1404 ആള് 180 പെർ മന്ത്. കാൽക്കുലേറ്ററോടെ 2,52,720. ആദ്യം 2000 മുകളിൽ ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊരു മാസം ഇവർക്ക് കിട്ടാൻ പോകുന്ന 2,52,000 റുപ്യ ഒരു മാസം. ഓക്കെ, ഇപ്പൊ എത്ര 2 മാസം 3 മാസം ആയില്ലേ? ഫസ്റ്റ് മാസത്തിലേക്ക് അത്യാവശ്യം നല്ല വന്നിട്ടുണ്ടാവും, കാരണം അത്രമാത്രം ആളുകൾ സബ് അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ അവർക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ആ വരുമാനം എന്ന് പറഞ്ഞാലും അത്യാവശ്യം നല്ല വരുമാനം ഉണ്ടാവും. ലക്ഷക്കണക്കിന് വ്യൂ ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വരുമാനം ഉണ്ടാവും. അതിൽ നിന്ന് തന്നെ അവർക്ക് അത്യാവശ്യം സമ്പത്തുണ്ട്. പിന്നെ ഒരുപാട് സെലിബ്രിറ്റീസ് സഹായിക്കുന്നുണ്ട്. ഒരു കൈ കൊടുക്കുന്ന മറ്റേ കൈ അറിയരുതെന്ന് ആഗ്രഹിച്ച് വരുന്ന ആളുകളെ ഇവര് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്, അത് വേറെ കാര്യം. അപ്പൊ ആ രീതിയിൽ ഫണ്ട് കിട്ടുന്നുണ്ട്. സാധാരണക്കാരുടെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. അവർക്ക് വേണ്ടിയാ പറയുന്നത്. കാരുണ്യ പദ്ധതിയെ കുറിച്ചിട്ടൊക്കെ നന്നായിട്ടൊന്ന് പഠിക്കണം, നല്ലതാണ്. ആർക്കും ഈ അസുഖം വരാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നുള്ളത്. ഇതേ അസുഖം എന്നല്ല, ക്യാൻസർ രോഗം, നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ ശൈലികൾ ഉള്ളതാണ്. അത് ക്യാൻസറായി മാറാൻ വലിയ പ്രയാസമൊന്നുമില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് പഠനം നടത്തുന്നത് നല്ലതായിരിക്കും. ഇവരിങ്ങനെ ഒരു കാര്യം പറഞ്ഞതുകൊണ്ടും ഇവരിപ്പോ എക്സ്പ്ലനേഷൻ ആയിട്ട് വന്നതുകൊണ്ടും കൃത്യമായിട്ട് നമുക്കത് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നു. അത്രയേ ഉള്ളൂ. രേണു ആ ഒരു പഴയ വാക്കിൽ തന്നെ ഉറച്ചു നിന്നിരുന്നെങ്കിൽ ഇപ്പൊ ഏത് രീതിയിലായേനെ? അത്രയേ ഉള്ളൂ. ഇനിയും ശബ്ദ സന്ദേശങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇവര് പറഞ്ഞത് ക്യാൻസർ എന്ന് മാത്രമാണ്, ബ്രസ്റ്റ് ക്യാൻസർ എന്ന് മാത്രമാണ്. HER2 പോസിറ്റീവ് ആണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ പറയുന്ന ഇതേ അസുഖമുള്ള ആളുകൾ, ഇനിയിപ്പോ ഈ HER2 പോസിറ്റീവ് അസുഖം വന്ന ഏതെങ്കിലും BPL ആളുകൾ ഉണ്ടെങ്കിൽ, വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കണം കേട്ടോ. സന്ദീപ് എടപ്പാൾ എന്ന എന്റെ ഇൻസ്റ്റഗ്രാം ID വഴി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ. ഇപ്പൊ രേണു പറയുന്നത് ഈ എമൗണ്ട് ആയിന്നല്ലേ, അതിലും കുറഞ്ഞ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനല്ലേ, ഏത് വഴിയിലൂടെ കിട്ടിയെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഗവൺമെന്റിന്റെ പദ്ധതികളെ കുറിച്ച് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. ബാക്കി എന്റെ മെഡിസിനെ പറ്റിയുള്ള വിവാദങ്ങളൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ അറിഞ്ഞു. എനിക്ക് ഫോൺ തരാത്തതുകൊണ്ട് ഞാൻ ഇതൊന്നും അറിയുന്നില്ല. ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ള വിവാദം ഒന്നും കേൾക്കരുതെന്ന്. അത് എന്റെ രോഗത്തിന്റെ ട്രീറ്റ്മെന്റിനെ ബാധിക്കുന്നു പറഞ്ഞുകൊണ്ട് എന്റെ വീട്ടുകാർ എനിക്കിപ്പോൾ ഫോൺ തരാറില്ല. അപ്പം നിങ്ങൾ ഇതിനെപ്പറ്റി കേട്ടപ്പോൾ തന്നെ എന്റെ ചേച്ചി അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് സംസാരിച്ചു. അപ്പം നിങ്ങൾ കുറച്ച് പേരെ ഉപകാരം ചെയ്തതിൽ ഉപദ്രവിക്കാതിരിക്കുക. എന്റെ കുഞ്ഞിനെ ഓർത്ത്, എന്റെ വീട്ടുകാരെ ഓർത്ത്, എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരുണ്ട് എന്റെ കൂടെ. അവരെ ഓർത്ത് നിങ്ങൾ എന്നെ ഉപദ്രവിക്കാതിരിക്കുക. എനിക്ക് നല്ല തലയ്ക്കാത്ത വേദനയുണ്ട്. എനിക്ക് ഉറങ്ങി മതിയാവുന്നില്ല. ഇങ്ങനെ എഴുന്നേക്കാൻ പോലും വയ്യാതെ കിടക്കുവാണ്.
കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇവർക്ക് ഈ ഓർമ്മ പോയി പിന്നെ 2 ദിവസം കൊണ്ട് ചാടിക്കും എന്നൊക്കെ പറയുന്ന പോലെ ഒന്നും അല്ല ഇത്. കീമോ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് കുറച്ച് ദിവസത്തിന് ഞാൻ തിരിച്ചു വരണമെന്നുള്ള എൻ്റെ കൊച്ചിൻ്റെ പ്രാർത്ഥന, എൻ്റെ വീട്ടുകാർ പ്രാർത്ഥനയും എൻ്റെ സ്നേഹിക്കുന്ന കുറച്ച് പേരുടെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ തിരിച്ചു വരുന്നത്. ഇതിപ്പോൾ ഞാൻ മരിക്കാൻ വേണ്ടി തന്നെ ആഗ്രഹിക്കുന്ന കുറച്ച് പേരും ഈ ഒരു ബ്ലോഗേഴ്സിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അവർക്കൊന്നും ഒരു രോഗം ചെയ്തില്ല. നിങ്ങളാരും എനിക്ക് ഒരു ഉപകാരം ചെയ്യണ്ട, നിങ്ങൾ ഉപദ്രവിക്കാതിരുന്നാൽ മതി. ഞാൻ എങ്ങനെയും മരുന്നുമായിട്ട് ഞാൻ ജീവിച്ചു പോട്ടെ. പിന്നെ എനിക്ക് വേണ്ടി എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരുകളുണ്ട്. അവർ എനിക്കൊന്ന് ഈ വീഡിയോസ് എല്ലാം ഒന്ന് ലൈക്കും ഷെയറും ഒന്ന് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി. അങ്ങനെ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് എനിക്ക് എന്തായാലും മരുന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പൊക്കോളാം. അപ്പം എൻ്റെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി അടുത്തൊരു വ്ളോഗുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ. ഓക്കെ പെയ്യാതിരിക്കുകയാണ്. നമ്മൾ ഇനി കൂടുതലായിട്ടൊന്നും പറയേണ്ടതായിട്ടില്ലല്ലോ. പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഇനി പറയാനൊന്നുമില്ല എന്ന് പറയുന്നത് എന്തിനാടാ എന്ന് പറയുന്ന ആളുകളോട് അവർ കൃത്യമായിട്ട് ഏത് രീതിയിൽ എന്ത് വീഡിയോ അവതരിപ്പിക്കാം എന്ന് വ്യക്തമായ ധാരണയുണ്ട്. എന്താണ് യൂട്യൂബിന്റെയും ഇൻസ്റ്റഗ്രാമിന്റെയും അൽഗരിതം എന്ന് വ്യക്തമായിട്ട് അറിയാമെന്നുള്ളതാണ്. നന്നായി പാടാൻ അറിയാം, പക്ഷെ അത് വേറെ രീതിയിൽ പാടിയാലേ ആളുകൾ കമന്റ് ഇടൂ, നെഗറ്റീവ് അടിക്കും, അത് റീച്ചിലെത്തും, വ്യക്തമായിട്ട് അറിയാമെന്നുള്ളതാണ്. വിഗ് വെച്ചിട്ടുള്ള വീഡിയോസ് കുറച്ച് ദിവസം മുമ്പ് വന്നിരുന്നു, ഇന്നലെ വരെ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതൊക്കെ മാറി ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ അത് എങ്ങനെ ചെയ്യണമെന്നും വ്യക്തമായിട്ട് അവർക്ക് അറിയാമെന്നുള്ളതാണ്. ഒന്നേ പറയുന്നുള്ളൂ, ഇവരാണ് തെറ്റായ ദിശയിലേക്ക് നമ്മളെ നയിച്ചത്, ഇവരാണ് തെറ്റിദ്ധരിപ്പിച്ചത്. ആ തെറ്റിദ്ധാരണ കൃത്യമായിട്ട് ഓരോ വീഡിയോയിലൂടെയും തുറന്നു കാണിച്ചിട്ടുണ്ട്. ഇപ്പോ അവര് പറയുന്നു HER2 പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ 2 ലക്ഷത്തിന് മുകളിൽ, ഞാനത് അന്വേഷിച്ചു, 2 ലക്ഷവും 3 ലക്ഷത്തിന് ഇടയിലാണ് ഈ മരുന്നിന് വരുന്നത്. അത് പ്രൈവറ്റ് ആശുപത്രികളിലാണ് എന്നുള്ളതാണ്. ഇപ്പോഴും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇതേ രൂപക്ക് ഇത് കൊടുക്കുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ ഒരു എമൗണ്ടിൽ ഇത് കൊടുത്തത് എന്ന് അന്വേഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. പരമാവധി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതേ അസുഖത്തിന് ഇതേ മരുന്ന് കഴിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ സന്ദീപ് എടപ്പാൾ ഇൻസ്റ്റഗ്രാം ID ആണ് എൻ്റെ. ഞാനൊരു ക്യാമറയും തൂക്കി പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ കാണാം, ജെമിനി എന്ന ക്യാമറ. അപ്പൊ ആ ഒരു ഇൻസ്റ്റ ID വന്നിട്ട് ഒന്ന് മെസ്സേജ് അയക്കണം കേട്ടാ. അത്ര എനിക്ക് പറയാനുള്ളൂ. എനിക്ക് കിട്ടിയ ഡാറ്റാസ് മുഴുവൻ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.